നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പ്രതികരണവുമായി ഇന്ത്യ. അക്രമങ്ങൾ ഹൃദയഭേദകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാളിന്റെ സ്ഥിരത, സമാധാനം, സമൃദ്ധി എന്നിവ വളരെയധികം പ്രധാനമാണെന്നും മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ ഭരണം സൈന്യം ഏറ്റെടുത്തു. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചിട്ടും യുവാക്കൾ പ്രക്ഷോഭം തുടർന്ന സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ ഇടപെടൽ. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾക്കായി നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഷാരോൺ മാത്യുവിന്റെ വിശദാംശങ്ങളുമായി. ഷാരോൺ, നേപ്പാൾ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഒപ്പം കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മുൻകരുതലുകളും നൽകുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആര്യ പറഞ്ഞതുപോലെ തന്നെ നേപ്പാളിലെ സമൂഹ മാധ്യമ നിരോധനത്തിലാണ് ഇങ്ങനെയൊരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അവിടെ അരങ്ങേറുന്നത്. ഇന്നലെ സമൂഹ മാധ്യമ നിരോധനം എടുത്തുമാറ്റി എങ്കിലും ഈ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നേപ്പാൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭം കനത്തതോടെ ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചിരുന്നു. അതിനു പിന്നാലെ പ്രക്ഷോഭകർ പിരിഞ്ഞു പോകാതെ വന്നതോടെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡ്ലെയും രാജിവെച്ചു. എന്നിട്ടും പ്രക്ഷോഭകർ അടങ്ങിയില്ല. അവർ വലിയൊരു അഴിഞ്ഞാട്ടമാണ് നേപ്പാളിൽ നടത്തിയത്. പാർലമെന്റ് മന്ദിരവും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഉൾപ്പെടെയുള്ള റെസിഡൻഷ്യൽ പാലസ് ഉൾപ്പെടെയുള്ളവ തീയിടുകയാണ് ചെയ്തത്. പ്രക്ഷോഭകർ ഇരച്ചു കയറി. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായത്. അതിനു പിന്നാലെ ഒരു സൈനിക നിയന്ത്രണത്തിലാണിപ്പോൾ നേപ്പാൾ ഉള്ളത്. സൈന്യം നേപ്പാളിൻ്റെ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അവരൊരു പ്രസ്താവനയും ഇതിനോടകം ഇറക്കിയിരിക്കുന്നു. രാഷ്ട്രീയമായി എന്തു തരത്തിലുള്ള ചർച്ചകൾക്കും പ്രക്ഷോഭകരുമായി തയ്യാറാണെന്നും എന്ത് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നുമാണ് ഇപ്പോൾ സൈനികർ പറഞ്ഞിരിക്കുന്നത്. ഒരു സമീപനം പാലിക്കണമെന്നും സൈന്യം ഇപ്പോൾ പ്രക്ഷോഭകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിവിധ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ പ്രക്ഷോഭകർ വിവിധ വസതികൾക്ക് തീയിട്ടു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിൻ്റെ ഭാര്യ വെന്തുമരിക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. ഈ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ വിവിധ ജയിലുകൾ ഈ പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു, തകർത്തു. പൊക്ര അതുപോലെ തന്നെ നഖും എന്നീ ജയിലുകൾ ആക്രമിച്ചു. 1000-ലധികം തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ കാഠ്മണ്ഡു മേയറായ ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരണമെന്ന് പ്രക്ഷോഭകർ ആഹ്വാനം ചെയ്തു. എന്നാൽ പാർലമെന്റ് പിരിച്ചുവിടാതെ താൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നാണ് കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ ഇതിനോടകം മാധ്യമങ്ങളോടുൾപ്പെടെയുള്ളവ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ വിവിധ ഇടങ്ങളിൽ സൈന്യം സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നു. ക്രമസമാധാന ചുമതല രാജ്യത്തിന്റെ സൈന്യം ഏറ്റെടുത്തു. അതിനാൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ചുമതല സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഷാരോൺ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.